നമസ്കാരം. ലോകമൊന്നടങ്കം ശ്വാസമടക്കി പിടിച്ചാണ് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും യുഎസിൻ്റെയും ഒക്കെ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി അടുത്തു കഴിഞ്ഞുവെന്നായിരുന്നു ട്രംപ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. സ്വന്തം വിധി നിർണ്ണയിക്കാനും ഐശ്വര്യപൂർണ്ണമായ ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള ഈ നിമിഷം പാഴാക്കരുതെന്ന് അദ്ദേഹം ഇറാൻ ജനതയോട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ട്രംപ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ട്രംപിൻ്റെ ഈ വാക്കുകളെയും ആക്രമണത്തെയും ഒക്കെ എങ്ങനെയാണ് ഇറാൻ ജനത നോക്കിക്കാണുന്നത്? ചിലരെങ്കിലും ഈ നീക്കത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇസ്രായേൽ US സംയുക്ത നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ടെഹ്റാനിലെ സ്ത്രീകൾ അവിശ്വസനീയതയോടെ ചിരിക്കുകയും നിലവിളിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ടെഹ്റാനിലെ മറ്റ് നഗരങ്ങളിലും ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനാൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതിൽ തടസ്സമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ജനങ്ങൾ ആഹ്ലാദിക്കുന്നതും ഭരണകൂടത്തിന്റെ കേന്ദ്രങ്ങൾ പുകയുന്നത് കണ്ട് ചിരിക്കുന്നതും വ്യക്തമാണ്. ഖമേനിയുടെ ഓഫീസിന് സമീപമായിരുന്നു ആദ്യ സ്ഫോടനങ്ങൾ നടന്നത്. ഖമേനിയുടെയും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെയും താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖമേനിയുടെ ഓഫീസ് പരിസരത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് ടെഹ്റാനിലെ സ്ത്രീകൾ ചിരിക്കുകയും നിലവിളിക്കുകയും ചെയ്തത്. സ്ഫോടനം വീക്ഷിക്കുന്നവർ നിൽക്കുന്ന അടുത്തുള്ള മേൽക്കൂരയിൽ നിന്ന് നിലവിളികളും ചിരികളും ഉയരുമ്പോൾ സമുച്ചയത്തിന് മുകളിൽ ആകാശത്തേക്ക് പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എൻ്റെ ദൈവമേ, അവർ അത് അടിച്ചു, അവർ അത് തകർത്തു, എൻ്റെ ദൈവമേ, ഒരു സ്ത്രീ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ഖമേനിയും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അമേരിക്കയും ഇസ്രായേലിനെ ലക്ഷ്യമിട്ടു. എന്നാൽ ആക്രമണങ്ങളുടെ ഫലം ഇപ്പോഴും വ്യക്തമല്ലെന്ന് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആദ്യം ആക്രമണം ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് നടന്നത്. രാജ്യത്തുടനീളം ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഇറാനിൽ പ്രധാന യുദ്ധ നടപടികൾ ആരംഭിച്ചുവെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത തന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഇറാൻ അവരുടെ ആണവ പരിപാടി വികസിപ്പിക്കുന്നത് തുടരുകയാണെന്നും അമേരിക്കയിൽ എത്തുന്ന തരത്തിലുള്ള മിസൈലുകൾ വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ശനിയാഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങളിൽ ടെഹ്റാനിലുടനീളമുള്ള ഡസൻ കണക്കിന് കെട്ടിടങ്ങളിൽ നിന്ന് പുകയുയരുന്നത് കാണാമായിരുന്നു. ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ടെഹ്റാൻ നഗരമധ്യത്തിലുള്ള ഖമേനിയുടെ കൊട്ടാരം പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് മുൻപ് പ്രൗഢിയോടെ നിന്നിരുന്ന ആ കെട്ടിടം നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കത്തിയമരുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റു ചില വീഡിയോകളിലും അവിടെയുള്ള ആളുകളുടെ സന്തോഷം തന്നെയാണ് പ്രകടമാകുന്നത്. ഒരു സ്കൂളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോയിൽ വിദ്യാർത്ഥികൾ ചിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് കാണാം. അതിലൊരാൾ ഐ ലവ് ട്രംപ് എന്ന് വിളിച്ച് പറയുന്നതും കേൾക്കാം. ടെഹ്റാനിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിൽ ആക്രമണങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിൽ നൃത്തം ചെയ്യുന്നതായും കാണപ്പെടുന്നു. റിപ്പോർട്ടർമാരുമായിട്ടുള്ള ബ്രീഫിംഗിൽ ഇറാന്റെ മിസൈൽ പരിപാടിയിൽ അതിവേഗത ഇസ്രായേൽ തിരിച്ചറിഞ്ഞുവെന്നും സൈനിക വക്താവ് വ്യക്തമാക്കി. ഇറാൻ പ്രതിമാസം ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നതായി ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി പറയുന്നു. ഇസ്രായേലിൽ കാര്യമായ പ്രഹരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ ഖമേനിയെ അതീവ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ ബാങ്കുകൾ പ്രവർത്തനം തുടരുമ്പോൾ തന്നെ സ്കൂളുകളും സർവകലാശാലകളും അടച്ചുപൂട്ടാനും ഉത്തരവിട്ടു. അതേസമയം ആക്രമണ ഭീതിയെ തുടർന്ന് ആയിരക്കണക്കിന് ഇറാൻ സ്വദേശികൾ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. നഗരത്തിന് പുറത്തേക്കുള്ള ഹൈവേകളെല്ലാം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞ നിലയിലാണ്. ഇറാനിലെ 12ഓളം നഗരങ്ങളിൽ ആക്രമണം നടന്നതായി രാജ്യത്തെ പ്രധാന സൈനിക വിഭാഗമായ IRGCയുടെയും ബാസിജ് മിലീഷ്യ എന്നിവയുടെ നിരവധി സുപ്രധാന താവളങ്ങൾ തകർക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.